ജ്ഞാനശീലം കുരുക്കൽ അന്നൊരിക്കൽ എന്നോട് ചോദിച്ചില്ലേ ഞാനെന്താ കല്യാണം കഴിക്കാത്തതെന്ന്. എന്നാ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഒരു മകളും ഉണ്ട്. അതാണ് ഈ അനുപമ. എന്താ ഇത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. വക്കീലേ, ഇനിമേൽ അവങ്ങളെ പൊട്ടി കുഴപ്പാമേ വിഷയത്തെ ചൊല്ലുങ്ക. ഇനി എന്താ മനസ്സിലാക്കാനുള്ളത്? ഇന്നലെ വരെ ഈ വീട്ടിലെ ജോലിക്കാരിയായിരുന്ന ഈ ശ്രീദേവിയാണ് ഇക്കണ്ട സ്വത്തുക്കൾക്കൊക്കെ അവകാശിയായ സാക്ഷാൽ രാജവല്ലി. ராஜவலி கொண்டுதான் வருவேன். കൊച്ചുമോളുടെ ഭർത്താവാകാൻ വരുന്നവന് സ്വത്താണോ വലുത്, യഥാർത്ഥ സ്നേഹമാണോ വലുത് എന്ന് തിരിച്ചറിയാൻ മുത്തശ്ശിയുടെ ബുദ്ധിയിൽ ഉദിച്ച ഒരു നാടകമായിരുന്നു ഇത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോ എവിടെയാ നിർത്തേണ്ടെന്നറിയാതെ ഞങ്ങൾ വിഷമിക്കുകയായിരുന്നു. നിങ്ങളെയൊക്കെ കുറച്ച് വേദനിപ്പിക്കേണ്ടി വന്നു. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയായിരുന്നു എന്ന് കരുതി എന്നോട് പൊറുക്കണം. ആ അമ്പലപ്പടിക്കൽ ഒരാൾ തന്നെയും കാത്ത് നിൽക്കുന്ന കാര്യം മറക്കണ്ട. വേണ്ടല്ലോ. രാജവല്ലി, അത് ശരി. കൂട്ടിനാളെ കിട്ടിയപ്പോ കൂടെ വന്ന എന്നെ രാജവല്ലി മറന്നു അല്ലേ? രാജവല്ലി ഞാൻ അനുപമ. ഏതായാലും ഒളിച്ചോടാൻ കാണിച്ച ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. എന്താ സാറേ, നാട്ടുக்கு പുറപ്പെട്ടാച്ചാ? പെട്ടെന്ന് പുറപ്പെട്, ട്രെയിൻ മിസ്സായിടും. നീ വാ രാജവല്ലി. പൂച്ച மாதிரி இருந்துகிட்டு ஆனைக்கு அலுவா கொடுக்குறியா? அலுவா பிடிச்ச கட்டிக்கிட அவனை.
நீ ஏண்டா கஷ்டப்படுற? தாலி கட்டி முடிச்சதும் ஃபர்ஸ்ட் நைட் வேற இருக்குது. உடம்ப அழட்டிக்காத. டேய், முகூர்த்த நேரம் முடிகிற வரைக்கும் அந்த மூலையை இழுத்து கட்டுங்களா. நீ ராஜவல்லி. ஐயரே, நான் ரொம்ப கடவுள் பக்தி உள்ளவன். அதனாலதான் பொண்ணு மாப்பிள்ளை இங்க கூட்டு வந்திருக்கிறேன். டேய், தாலிய கட்டுறா. பூபதி, இந்த முத்தச்சி கண்ணு முன்னாலேயே கல்யாணம் நடக்கும்னு சொன்னேன். நீ சொன்ன மாதிரியே நடக்க போகுது. ஆனா நீ நினைச்ச மாதிரி இல்லை. ஏன் தெரியுமா? இந்த முத்தச்சி உண்மையான கடவுள் பக்தி உள்ளவ. அசோதா, கட்டுடா தாலிய.
നിർത്ത്. അങ്ങനെ ഒരുത്തന്റെ ഓസുതാലി വാങ്ങിച്ച് കെട്ടേണ്ട ഗതികേട് എന്റെ അളിയന് വന്നിട്ടില്ല. മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ ഇത് നമുക്ക് നമ്മുടെ ആചാരപ്രകാരം നടത്തണം. താലിങ്ക കൗണ്ടറേ, നിങ്ങളുടെ മോന് പറ്റിയ ഒരു ഇടന്നൊക്കെ എളുപ്പം കല്യാണം നടത്തണം. ഇല്ലെങ്കിൽ താലിയും പൊക്കി പിടിച്ച് ഇനിയും പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കേണ്ടി വരും. புரியலையா? உங்க பையனுக்கு நல்ல ஒரு இடம் பார்த்து கல்யாணம் செய்து தொலையுங்க. അളിയാ, ഇതാ താലി കെട്ട്. കെട്ടളിയാ. ആ മതി മതി, ഫ്ലൈറ്റിന് സമയമായി, വേവാട്ടെ. അമ്മാവുക്ക് നമ്മെല്ലാം വിട്ട് പോറേക്കേ മനസ്സ് വരല്ല. കഥയിലെ കത്തി വേഷക്കാരിയായ കഥാപാത്രം രംഗം വിടുന്നു. ഈ ഒഴിവുകാലം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. കാലം ഒത്തിരി കഴിഞ്ഞ് കുട്ടികളും അവരുടെ കുട്ടികളും ഒക്കെ ആവുമ്പോ മടിയിലിരുത്തി പറഞ്ഞു കൊടുക്കണം കള്ള രാജകുമാരിയുടെ വേഷം കിട്ടിയ ഈ ആന്റിയുടെ കഥ. നീ അവധി കിട്ടുമ്പോഴൊക്കെ വരണം. വക്കീലേ, ആ. കുഴന്തയെ കൊണ്ടുപോയി அவங்க അമ്മ കിட்ட വിട്ടിട്ട് സീക്കിരമാ വരില്ലേ? അയ്യോ, മുത്തശ്ശിക്ക് ഇപ്പൊ എല്ലാരും ആയില്ലേ. ഞാൻ കുറച്ചു നാൾ കുടുംബത്തോടൊപ്പം താമസിച്ച് അമേരിക്കയ്ക്കും ചുറ്റിക്കണ്ടിട്ട് വരാം. അടുത്ത തവണ വരുമ്പോത് കൂട്ടിനൊരാളും കൂടി വേണം. മുത്തശ്ശി പറഞ്ഞ ശരിയാ. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോ സ്വന്തം കാര്യം മറക്കണ്ട. ഇനിയിപ്പോ ഒരാളെ തിരഞ്ഞെടുക്കാൻ നാടകം കളി വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അതിലെ കഥാപാത്രങ്ങളാവാം. അത് ശരിയാ. അപ്പഴേ നീ വന്നേ. മന്നന്റെ കാലിൽ കല്ലിട്ട കാര്യം ഞാൻ പറയട്ടെ. എന്താ ഒരു രഹസ്യം? അമേരിക്കയിലേക്ക് ഞങ്ങൾ അളിയന്മാരും കൂടി വരണമെന്ന് പറഞ്ഞതാ.